റോഡ് വികസനത്തിന് 10 സെന്റ് സ്ഥലം വിട്ടു നൽകിയിട്ടും വീട്ടിലേക്കുള്ള വഴി കെട്ടിയടച്ച് വയോധികയായ വീട്ടമ്മയോട് അധികൃതരുടെ ക്രൂരത. വലക്കാവ് ചാലമ്പാടം നിരപ്പിലാവുങ്കൽ സൂസമ്മ തോമസിനാണ് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അധികൃതരുടെ കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത. പൊതുമരാമത്ത് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും കുടുംബം. നടത്തറ പഞ്ചായത്തിലെ 6-ാം വാർഡിലെ ചാലാപ്പാടം കൂട്ടാല ശ്രീധരിപ്പാലം അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് സൂസമ്മയുടെ വീടിന്റെ മുൻവശം 9 അടിക്ക് മുകളിൽ ഉയരത്തിൽ കോൺക്രീറ്റ് ചെയ്ത് അടച്ചുകെട്ടിയത്. 2 അടി മാത്രമേ റോഡ് ഉയർത്തി നിർമ്മിക്കുകയുള്ളൂ എന്ന ഉറപ്പിലാണ് വീടിന്റെ മുറ്റത്തിന്റെ 1/4 ഭാഗം ഉൾപ്പെടെയുള്ള 9.5 സെന്റിലധികം ഭൂമി സർക്കാരിന് വിട്ടു നൽകിയത്. 3 വർഷം മുൻപ് ഭർത്താവ് തോമസും 9 മാസം മുൻപ് മൂത്ത മകൻ ബെന്നിയും മരിച്ച സൂസമ്മയ്ക്ക് ഇപ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം വീടിന് മുന്നിൽ വൻമതിൽ തീർത്ത് ക്രൂരത കാട്ടിയിരിക്കുന്നത്. ഇങ്ങനെ ചതിക്കപ്പെടുമായിരുന്നെങ്കിൽ സ്ഥലം വിട്ടു നൽകില്ലായിരുന്നുവെന്ന് സൂസമ്മ തോമസ് പറഞ്ഞു. റോഡിന് വേണ്ടി 9.5 സെന്റ് സ്ഥലം കൊടുത്തു. അത് അന്ന് എഴുതി കൊടുത്തപ്പോൾ അവര് പൊക്കം റോഡിന് ഇത്ര ഇല്ല എന്ന് പറഞ്ഞു, 22 സെന്റിമീറ്റർ എന്നാ പറഞ്ഞത്. ഇപ്പോൾ പണിത് വന്നപ്പോഴാണ്, അപ്പുറത്ത് പണിതപ്പോഴും ഇത്ര അറിഞ്ഞില്ല, ഇവിടെ കമ്പി വെച്ചപ്പോഴാണ് ഇത്ര പൊക്കം ഉണ്ടെന്ന് അറിയണേ. അത് ചോദിച്ചപ്പോഴും അവരും പൊക്കം ഇത്ര ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ലായിരുന്നു. അപ്പൊ ഞാനെങ്ങനെ പുറത്തിറങ്ങും? സൂസമ്മ ഇതിനോടകം തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, ജില്ലാ കളക്ടർ, നടത്തറ പഞ്ചായത്ത് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും പരാതി അന്വേഷിക്കാൻ നിയോഗിക്കുന്നത് പണിക്ക് നേതൃത്വം നൽകുന്ന കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തന്നെയാണ് എന്നതിനാൽ സർക്കാരിന് അനുകൂലമായാണ് ഇദ്ദേഹം റിപ്പോർട്ട് നൽകുന്നത്. മക്കൾക്ക് എഴുതിക്കൊടുത്ത ഇരുവശത്തുമുള്ള ഭൂമി വിട്ടുതന്നാൽ റോഡ് നിർമ്മിച്ചു നൽകാമെന്ന വിചിത്രവാദമാണ് പഞ്ചായത്ത് ഉന്നയിക്കുന്നത്. ഇതൊരിക്കലും പ്രാവർത്തികമായ കാര്യമല്ലെന്നും വെള്ളം കയറുന്ന ഭാഗത്ത് പാലം ഉയർത്തി നിർമ്മിക്കാതെ അനാവശ്യമായിട്ടാണ് ഇവിടെ റോഡ് ഉയർത്തി നിർമ്മിക്കുന്നതെന്നും മരുമക്കളായ ഷീബയും ലിൻഡോയും പറയുന്നു. ഇതിൽ കൂടെ എടുത്തു തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കണേ, ഇതിൽ കൂടെ ഞങ്ങൾക്ക് എങ്ങനെ വൈകിട്ട് ഞങ്ങൾക്ക് ഒരു വണ്ടി ഇതിൽ കൂടെ ഇറക്കാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും ഹൈറ്റിൽ ഇനിയും മേളിലേക്ക് പണിയാൻ കിടക്കുകയാണ്. അവർ പറയണ അഭിപ്രായത്തോട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനിതിന് മുമ്പുള്ള എഞ്ചിനീയറിനെ വിളിച്ചു ചോദിച്ചു. ഇപ്പോൾ നിലവിൽ പുതിയ ടീമാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോഴും അവർ നമ്മളോട് 72 സെൻറ്റിമീറ്ററാണ് ഇതുവരെ പറഞ്ഞേക്കുന്നത്. പക്ഷേ കമ്പി വെച്ചതിന് ശേഷമാണ് ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇത്ര ബുദ്ധിമുട്ടാണ് നമുക്കെന്നുള്ളത് അറിഞ്ഞത്. 2 പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടില്ല. അത് തൊട്ട് പോസ്റ്റിൻ്റെ താഴെ വരെ വെള്ളം കയറിയിട്ടുള്ളൂ. വെള്ളം കയറുന്നത് ശ്രീധരിയുടെ അപ്പുറത്തേക്ക്. അവിടെ ഉയർത്താണ്ട് ഒരാവശ്യമില്ലാത്തൊരു പണിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നതെന്നാണ്. ഭൂമി വിട്ടുകിട്ടാൻ ദിനവും വീട്ടിൽ കയറിയിറങ്ങിയ സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ ഇന്ന് താങ്കളുടെ പരാതി കേൾക്കാൻ പോലും തയ്യാറല്ലെന്നാണ് വൃദ്ധമാതാവിന്റെ പരാതി. നിലവിൽ ഒരു വീടിനെ അടച്ചുകെട്ടി വീട്ടുകാരെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും കിണറടക്കം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണെന്നും വാർഡ് മെമ്പർ TP മാധവൻ പറയുന്നു. പഞ്ചായത്തുകാരോട് പറയുമ്പോൾ പഞ്ചായത്തുകാർ എന്ന് പറയുന്നത് റോഡ് അടച്ചു കെട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കിണർ പോവില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പൊ കിണറും പോവും. അതുപോലെ തന്നെ ഇവരുടെ 9 സെന്റ് സ്ഥലം വിട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും റോഡിന് വേണ്ടിയിട്ട് 3.5 മീറ്റർ സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ പറമ്പിൽ കൂടെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു റോഡ് പണിയാന്നാണ് പറയുന്നത്. വളരെ ജനദ്രോഹമായ ഇതാണ് ആ വീട്ടുകാരോട് ചെയ്യുന്നത്. ഇവരുടെ വീടിന് എതിർവശത്തുള്ള ബന്ധുക്കളുടെ ഭൂമി വാങ്ങി നൽകാമെന്ന് ഇവർ അധികാരികളോട് പറഞ്ഞിട്ട് പോലും അതൊന്നും ചെവിക്കൊള്ളാതെ പ്രതികാര ബുദ്ധിയോടെയാണ് അധികാരികളുടെ റോഡ് നിർമ്മാണമെന്ന് ആക്ഷേപം. TCV ന്യൂസ്, തൃശൂർ.